ഓം നമ ശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 2-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഞായറാഴ്ച ദിവസത്തെ ഗ്രഹസ്ഥിതി പറയാം. ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ സൂര്യൻ കുംഭൻ രാശിയിൽ നിൽക്കുന്നു. ശനി കുംഭൻ രാശിയിൽ മൗഢ്യനായിട്ട് നിൽക്കുന്നു. തൊട്ടടുത്ത രാശിയായ മീനൻ രാശിയിൽ ശുക്രനുണ്ട്, ബുധനുണ്ട്, ചന്ദ്രനുണ്ട്, രാഹുവുണ്ട്. ഇടവൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നു, മിഥുന രാശിയിൽ ചൊവ്വ നിൽക്കുന്നു, കന്നി രാശിയിൽ കേതു നിൽക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരമാണ് നക്ഷത്രഫലം പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഈ ഞായറാഴ്ച ദിവസത്തെ പ്രത്യേകത, ഈ 27 നക്ഷത്ര ജാതകരിലും സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നൊരു ദിവസമാണ്. അതായത് ഈ ജാതകരൊക്കെ ജനിച്ച സമയത്ത് സൂര്യൻ ഒരു മുഖ്യ സ്ഥാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെയൊക്കെ സൂര്യൻ തിരഞ്ഞെടുത്ത് അവരുടെ പ്രവർത്തന മേഖലകളിൽ അവരെ ജനങ്ങളുടെ മുമ്പാകെ അംഗീകാരം വാങ്ങിക്കൊടുക്കുന്ന ഒരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം അവർക്ക് സുഖസ്വസ്ഥതയൊക്കെ പതിവ് പോലെ വലിയ ദോഷമില്ലാത്തൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള അനുഭവങ്ങൾ സമ്മിശ്രമായിട്ട് വന്നു ചേരും. ചിലരെ കൊണ്ട് നേട്ടവും ചിലരെ കൊണ്ട് ദോഷമൊക്കെ സംഭവിക്കാം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും നേട്ടം അത്ര അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമല്ല. മാനസികവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ചേരും. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. രോഗം, ശത്രുത, കടബാധികളാൽ വലിയ പ്രതിസന്ധി ഒന്നും വന്നു ചേരാൻ സാധ്യതയില്ല. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാരകമായ രോഗങ്ങളൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ല. ഭാഗ്യാനുഭവങ്ങളൊക്കെ തുണയ്ക്കും. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി അനുകൂലമാണ്. ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഇപ്പോൾ ഒന്നും മന്ദീഭവിച്ച് നിൽക്കുകയാണ്. പ്രവർത്തനത്തിൽ വലിയ നേട്ടമൊന്നും വന്നു ചേരത്തില്ല. എങ്കിലും സൂര്യദേവൻ തിരഞ്ഞെടുക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഈ ജാതകരൊക്കെ ജനിച്ച സമയത്ത് സൂര്യൻ 11-ാം ഭാവമായിട്ട് മേടൻ രാശിയിലോ ചിങ്ങൻ രാശിയിലോ നിൽക്കുന്ന ഒരു ഗ്രഹനിലയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജാതകരെ സൂര്യദേവൻ തിരഞ്ഞെടുത്ത് പൊതുജന സമ്മതനാക്കി മാറ്റി അവർ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളിലൊക്കെ നേതൃനിരയിൽ എത്തിച്ചേർക്കുന്ന അല്ലെങ്കിൽ എത്തിച്ചേർക്കുവാൻ സൂര്യദേവൻ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ പ്ലാനറ്റ് പരേഡ് നടക്കുന്ന ഒരു സമയമാണ്. അതായത് ശാസ്ത്രലോകം ബൈനോക്കുലറൊക്കെ വെച്ച് ഇതിനെ കണ്ടുപിടിക്കും. പക്ഷെങ്കിൽ ജ്യോതിഷാചാര്യന്മാർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ ഗ്രഹനിലയിൽ ഇതൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ കുംഭൻ രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുന്ന സൂര്യൻ്റെ മുമ്പിൽ കുംഭൻ രാശിയുടെ അധിപനായ ശനി മൗഢ്യത്തിലാണ് നിൽക്കുന്നത്. അതൊന്ന് ചിന്തിച്ച് നോക്കി, എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്? ശനിയുടെ സ്വക്ഷേത്രമാണ് കുംഭൻ രാശി. ആ കുംഭൻ രാശിയിൽ സൂര്യൻ വന്ന് നിന്നപ്പോൾ ശനി മൗഢ്യനായി. എങ്ങനെയാണ് മൗഢ്യനായത്? ഒരു ഗ്രഹം മൗഢ്യനാകുന്നത് സൂര്യനോട് ഏറ്റവും അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് ഈ ഗ്രഹങ്ങൾ കറങ്ങി ചെല്ലുമ്പോൾ സൂര്യൻ്റെ അതിയായ ശക്തി പ്രഭാവത്തിൽപ്പെട്ട് ഈ ഗ്രഹങ്ങൾക്ക് ശോഭിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് മൗഢ്യമെന്ന് ജ്യോതിഷ ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ സൂര്യനോട് അടുത്താണ് ശനി നിൽക്കുന്നത്. ബുധൻ മൗഢ്യം വിട്ട് അല്പം അകലോട്ട് മാറി. അപ്പോൾ ആദ്യം സൂര്യനോടടുത്ത് ശനി നിൽക്കുന്നു, പിന്നെ ബുധൻ നിൽക്കുന്നു, ശുക്രൻ നിൽക്കുന്നു, ചന്ദ്രൻ നിൽക്കുന്നു, അത് കഴിഞ്ഞ് വ്യാഴം നിൽക്കുന്നു, ചൊവ്വ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അതാണ് മാർച്ച് പാസ്റ്റ് അല്ലെങ്കിൽ പ്ലാനറ്റ് പരേഡ് എന്നൊക്കെ ശാസ്ത്രലോകം പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഗ്രഹസ്ഥിതിയാണ്. അപ്പോൾ സൂര്യന് പിന്നിൽ ഈ ഗ്രഹങ്ങളൊക്കെ നിരനിരയായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഗ്രഹനിലയുള്ളവർക്ക് സൂര്യൻ 11-ാം ഭാവമായിട്ട് നിൽക്കണം. സൂര്യൻ ജനിച്ച സമയത്ത് 11-ാം ഭാവമായിട്ട് മേടൻ രാശി എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഉച്ചരാശിയാണ്. മേടം 10 എന്നൊക്കെ പറയുന്നാൽ ആ ദിവസമൊക്കെ ജനിക്കുന്നവർ അവർ വളരെ വലിയ ബുദ്ധിമാന്മാരാണ്. അവർക്കൊക്കെ വളരെ വേഗത്തിൽ സംസാരിക്കാൻ പറ്റും. പെട്ടെന്നൊരാളെ ആശയം കൊണ്ട് അടിച്ച് താത്തിടാൻ പറ്റും. അതുപോലെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ജാതകരാണ് അവർക്കൊക്കെ. അവരൊക്കെയാണ് നിയമ മേഖലകളിലൊക്കെ ശോഭിക്കുന്നത്. നിയമജ്ഞരാകുന്നത്, ജഡ്ജിമാരാകുന്നതും വക്കീലന്മാരാകുന്നതൊക്കെ, വലിയ പ്രഗത്ഭരായിട്ടുള്ള വക്കീലന്മാരാകുന്നതൊക്കെ അവർ പെട്ടെന്ന് അവർക്ക് ഒരു പുസ്തകം, ഒരു 1000-1500 പേജുള്ള പുസ്തകമൊക്കെ അവരുടെ തലമണ്ടയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് അവരുടെ മെമ്മറി പവർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രത്യേകതയുള്ളവർക്കൊക്കെ ഈ ഞായറാഴ്ച ദിവസം സൂര്യദേവനാൽ അനുഗ്രഹിക്കപ്പെട്ട അവർ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ, സംഘടനകളുടെ അല്ലെങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും അതിൻ്റെ ഒരു നേതാവായി
തീരുന്നൊരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് ഞായറാഴ്ചത്തെ ജ്യോതിഷപരമായിട്ട് പ്രത്യേകതയായിട്ട് മേടക്കുറുകാരോട് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം വ്യക്തിപരമായ ജീവിതത്തിൽ സുഖം സ്വസ്ഥ ദേഹനിമയൊക്കെ അനുകൂലമായൊരു ദിവസമാണെങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമോ കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. ഭാഗ്യക്കേടുകളൊക്കെ ഉണ്ടാകാം, ധനസ്ഥിതി മോശമാകാം. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല. എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി ദോഷമല്ലാത്ത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസവുമാണ്. പിതാവിൻ്റെ സ്ഥിതി മെച്ചമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള സ്ഥിതി മെച്ചമാണ്. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് കാര്യവിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പെൺകുട്ടികളാലുള്ള നല്ല നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ പറ്റുന്നൊരു സമയം കൂടിയാണ്. സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്ന ഒരു ഞായറാഴ്ച ദിവസമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വേണം ദാമ്പത്യ ജീവിതം നയിക്കുവാൻ. പ്രശ്നങ്ങൾ രൂക്ഷമാകും. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം മാരകമായ രോഗങ്ങളൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ല. ഭാഗ്യാനുഭവങ്ങളൊന്നും ഇവരെ വേണ്ടുവോളം തുണയ്ക്കുന്ന ഒരു സമയമല്ല. തൊഴിൽപരമായിട്ടുള്ള ഒരു മാന്ദ്യം ഇവരിൽ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ തൊഴിൽ മേഖല ഉയർച്ച താഴ്ചകളിൽ കൂടി പോകുന്നൊരു സാഹചര്യമാണല്ലോ ഇപ്പോൾ നിലവിലുള്ളത്. തൊഴിൽ മേഖലയിൽ മാന്ദ്യം അനുഭവപ്പെടാൻ ഇടയുണ്ട്. എന്നാൽ സൂര്യൻ ഇവർ ജനിച്ച സമയത്ത് 11ാം ഭാവമായിട്ട്, അതായത് ലഗ്നാലോ ചന്ദ്രനാണെങ്കിൽ ചന്ദ്രലഗ്നത്തിന് ബലമുണ്ടായിരിക്കണം. സൂര്യനാണെങ്കിൽ സൂര്യലഗ്നാൽ 12ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ചന്ദ്രലഗ്നാൽ 12ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ജാതകർക്കൊക്കെ അവർ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ പൊതുപ്രവർത്തനമൊക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് പൊതുപ്രവർത്തന മേഖലയിൽ ജനസമ്മതനാകുവാൻ, ജനനേതാവാകുവാൻ സൂര്യദേവൻ തിരഞ്ഞെടുക്കുന്ന ദിവസമായിരിക്കും ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ ഏറെക്കുറെ അനുകൂലമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ജാതകർ നിൽക്കുന്നത്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നൊരു സാഹചര്യമാണുള്ളത്. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ സന്തോഷം നൽകുന്ന അനുഭവങ്ങളൊക്കെ ഈ ജാതകർക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ഈ ജാതകർക്ക് കാര്യവിജയം സ്ത്രീകൾ മുഖേന ഏറെക്കുറെ അനുഭവത്തിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. രോഗം, ശത്രുത, കടബാധകളുള്ള പ്രതിസന്ധികളൊക്കെ ഇവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും ദാമ്പത്യ ജീവിതത്തിലും തൃപ്തികരമായ അനുഭവങ്ങൾ ഇവരെ തേടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് മാരകമായ രോഗങ്ങളൊന്നും ഇപ്പോൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമല്ല. ഭാഗ്യാനുഭവങ്ങൾ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അവരെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും സന്തോഷവും സമാധാനവും നിലനിന്ന് പോകാനുള്ള ജീവിതാനുഭവങ്ങൾ ഭാഗ്യകരമായി വന്നു ചേരുന്നൊരു സാഹചര്യം കൂടിയാണ്. തൊഴിൽപരമായിട്ടുള്ള മേഖലയിലെ പ്രതിസന്ധിയൊക്കെ മാറുവാൻ തുടങ്ങിയിരിക്കുന്നു. സ്ത്രീകൾ മുഖേനയുള്ള സഹായങ്ങളും ഒക്കെ ഇക്കാര്യത്തിൽ വന്നു ചേർന്നാൽ തൊഴിൽ മേഖലയിലുള്ള പ്രതിസന്ധിയെല്ലാം മാറി നല്ലൊരു അനുഭവത്തിലേക്ക് ഈ ജാതകർക്ക് എത്തിച്ചേരുവാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ചോളം ലാഭകരമായ അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ വന്നു ചേർന്നൊരു സമയമല്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജാതകർ ധനം ചെലവഴിച്ച് ധനം അങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ചും ഈ ഞായറാഴ്ച ദിവസം അവർ ജനിച്ച സമയത്ത് സൂര്യൻ ലഗ്നാലോ ചന്ദ്രനാലോ 11ാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, മേടൻ രാശിയിലോ അല്ലെങ്കിൽ ലഗ്നാൽ ചിങ്ങം രാശിയിലോ ഒക്കെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ജീവിതത്തിൽ ഈ പൊതുജന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, പൊതുപ്രവർത്തകർക്ക് അവർ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ അത് സംഘടനയാകട്ടെ, സ്ഥാപനമാകട്ടെ, ഉദ്യോഗമാകട്ടെ, എവിടെയാണെങ്കിലും അവർക്കൊരു ലീഡർഷിപ്പിൽ എത്തിച്ചേരുവാൻ പറ്റുന്ന ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടക്കൂറാണ്. കർക്കിടക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയ മായില്യ നാളുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ജോലിക്കാരായിട്ടുള്ളവർക്കൊക്കെ മേലധികാരികൾ മുഖേനയുള്ള തിക്താനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് അവർ അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ തൊഴിൽ മേഖലയിൽ മേലധികാരികൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾ ഈ ജാതകർക്ക് കൊടുക്കുന്നൊരു സമയമായിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കണം. പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സൂര്യദേവൻ നിങ്ങളോട് അനുകൂലമായ ഒരു അനുഭാവപൂർവമായ അനുഗ്രഹം നൽകാത്തത് കൊണ്ടാണെന്നുള്ളത് വിചാരിക്കുക. കാരണം സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് മേലധികാരികളൊക്കെ നിങ്ങളോട് കോപിക്കുന്നതും ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ നിങ്ങളെ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ നിങ്ങളുടെ അഷ്ടമഭാവത്തിൻ്റെ അധിപനായ ശനി മൗഢ്യത്തിലാണ്. അപ്പോൾ സൂര്യനാണ് അവിടെ ബലവാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് ആരെങ്കിലും പാര വെക്കുവാനോ ഒക്കെ സാധ്യത വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഒരു പ്രശ്നം, അവരിപ്പോൾ ഒരു അലസതയോടുകൂടിയാണ് അവർ ജീവിച്ചു വന്നിരുന്നത്. അഷ്ടമത്തിലെ ശനിയുടെ ദോഷം മാറിയെങ്കിലും അവർ പൂർണ്ണമായിട്ടും അലസത കൈവിട്ടിട്ടില്ല. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്നൊന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ കൂടി നീങ്ങുമ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ അവരുടെ തൊഴിൽ മേഖലയിലൊക്കെ വന്നു ചേർന്നാൽ പോലും ഇവരറിയത്തില്ല. ഇവർക്കിട്ട് ആരെങ്കിലും പാര വെച്ചാൽ പോലും ഇവരറിയത്തില്ല.
അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഈ കർക്കിടകക്കുറുകാരൊക്കെ ഒന്ന് ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ചന്ദ്രൻ ബലമായിട്ട് വന്ന് ചേർന്നിട്ടില്ല, ബലമില്ലാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഇവർക്കൊരു ക്ഷീണവും തളർച്ചയും അലസതയും കാര്യതടസ്സവും ഒക്കെയാണ് ഉണ്ടാകുന്നത്. അതായത് ചന്ദ്രൻ കർത്തവാവ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ല. അപ്പോൾ ഈ ജാതകർക്കും അലസതയും മടിയും താല്പര്യക്കുറവും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അത് മുഖേന ഇവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്നവർ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഞാൻ പറയുന്ന പോലെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അലസതയൊക്കെ വിട്ട് ഉണർന്ന് എഴുന്നേൽക്കുക. അപ്പോൾ 2.5 വർഷമായിട്ട് സുഖമായിട്ട് ഉറങ്ങി ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയാതെ അങ്ങ് ജീവിച്ചു പോയി. അപ്പോൾ ഇനി 2.5 വർഷം ഇനിയുമുള്ള കാലം അങ്ങനെ ആകരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം പ്രതികൂലങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഖം സ്വസ്ഥത ഏകദിനമൊന്നും അനുകൂലമല്ല. കുടുംബസുഖം ധനപരമായ നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല. മേലധികാരികളിൽ നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാം. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ഭാഗത്തു നിന്ന് ചെറിയ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേർന്നാൽ പോലും അതൊക്കെ ശത്രുതയായിട്ട് മാറുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിലരൊക്കെ സപ്പോർട്ട് ചെയ്യും, ചിലരൊക്കെ ശത്രുതയായിട്ട് പ്രവർത്തിക്കും. പ്രവർത്തന മേഖലയിലാണ് ഇതൊക്കെ കൂടുതൽ അനുഭവപ്പെടുക. അപ്പോൾ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. അവിടെയും ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെയാണ് വന്നു ചേരുന്നത്. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും കാര്യമായിട്ട് നേട്ടമായിട്ടുള്ള സമയമൊന്നുമല്ല. രോഗം, ശത്രുത, കടബാധ്യതയൊക്കെ ഈ ജാതകർക്ക് ഭാരപ്പെടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് ഇങ്ങനെ പോകുന്നു, മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ പോകുന്നു എന്ന് വിചാരിക്കുക. ദാമ്പത്യ ജീവിതമൊന്നും തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നില്ല. അപ്പോൾ അതൊരു വിഷയമാണ്. ദാമ്പത്യ ജീവിതമൊക്കെ ഇപ്പോൾ മന്ദീഭവിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നും പറഞ്ഞു വന്നാൽ ഇവർക്ക് കർക്കിടകക്കുറുകാർക്ക് അങ്ങോട്ട് വലിയ നേട്ടത്തിൻ്റേതായിട്ടുള്ള സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ നേട്ടം സ്വയം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കണം. ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ 12ാം ഭാവത്തിലാണ് ഈ ചൊവ്വ നിൽക്കുന്നത്. 12ൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ഈ ജാതകർക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊരു വിഷയമാണ്. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാമെങ്കിലും അതൊക്കെ ഒന്ന് ആക്റ്റീവായി വരണമെങ്കിൽ ഇച്ചിരി താമസമെടുക്കും. അതിൻ്റേതായ നേട്ടം കൈവരിക്കണമെങ്കിൽ താമസം ഉണ്ടാകും. അപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതൊക്കെ ദ്രുതഗതിയിൽ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കർക്കിടകക്കുറുകാർ അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക. ഈ ജാതകരെ സംബന്ധിച്ച് 12ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ, ലഗ്നാലോ ചന്ദ്രനാലോ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ഈ ജാതകർക്കും ഇതുപോലെ പൊതുപ്രവർത്തന മേഖലയിലൊക്കെ ശോഭിക്കാൻ പറ്റും. പക്ഷെങ്കിൽ അവർക്ക് ഇപ്പോൾ അങ്ങനെയുള്ളൊരു ശേഷി അവർക്കുണ്ടാകുന്ന സമയമല്ല. അതുകൊണ്ട് കർക്കിടകക്കുറുകാർക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അവർ മാനസികമായിട്ടും ഒക്കെ വളരെ മറ്റു പല കാര്യങ്ങളാലും ഒക്കെ അവർ പീഡിതരാണ്, ദുഃഖിതരാണ്. അപ്പോൾ അങ്ങനെ അവർക്കൊരു ഊർജ്ജമുള്ള സമയമല്ലാത്തതുകൊണ്ട് അവർക്കത് സാധ്യത തീരെ കുറവാണെന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം ഭാര്യാഭർത്തൃ സുഖഹാനി ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും. മനോദുഃഖവും മാനഹാനിയും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. ദേഷ്യമുണ്ടായി പാപപ്രവർത്തികളൊക്കെ ചെയ്യുന്നൊരു ദിവസമായിരിക്കും. ഉറപ്പില്ലാത്ത മനസ്സിൻ്റെ ഉടമസ്ഥരായി മാറുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും പ്രകടമാകുന്നൊരു ദിവസമാണ്. എന്നാൽ തൊഴിൽ മേഖല കൊണ്ടും മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ സന്തോഷം നൽകുന്നുമുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് നഷ്ടസാധ്യതകളൊക്കെ കൂടുതലായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വാഹനമൊക്കെ ഓടിക്കുന്നവർ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികൾ ഒരുപാട് നിൽക്കുന്നൊരു ദിവസമായതുകൊണ്ട് ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം സൂര്യദേവൻ ഇവരെ പൊതുജനങ്ങളുടെ മുമ്പാകെ നേതൃനിരയിലേക്ക് എത്തിച്ചേർക്കുവാനുള്ള ഒരവസരം ഈ ജാതകർക്ക് നൽകണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ഇവർ വ്യക്തിപരമായിട്ട് അതിനുള്ള ഒരു യോഗ്യത ഇവരുടെ ശാരീരികവും മാനസികവുമായ സ്ഥിതിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ജാതകർ തിരഞ്ഞെടുക്കുവാൻ വളരെ സാധ്യത കുറവാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം അവർക്ക് സന്തോഷവും സമാധാനവും തൃപ്തിയും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ധനധാന്യ നേട്ടം അവരുടെ ജീവിതത്തിൽ വന്നിരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ കീർത്തിയും അംഗീകാരമൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ബന്ധുക്കളോട് സ്നേഹം കാണിക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ്. ശത്രുക്കളെ ജയിക്കുവാൻ ഒരു ശേഷി ഉണ്ടാകുന്നൊരു ദിവസമാണ്.
സൽപ്രവർത്തികൾ ചെയ്ത് ജീവിതത്തിലെ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുവാൻ ഇവർ പരിശ്രമിക്കുന്നൊരു ദിവസം കൂടിയാണ്. അപ്പോൾ അങ്ങനെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം. അപ്പോൾ ആയതിനാൽ ഈ ജാതകരെയും സൂര്യദേവൻ തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതായത് ഈ ജാതകർ ജനിച്ചപ്പോൾ സൂര്യൻ 11ാം ഭാവമായിട്ട് ബലമുള്ള ഒരു ഗ്രഹസ്ഥിതി ഉണ്ടെങ്കിൽ, സൂര്യലഗ്നത്താലോ ചന്ദ്രലഗ്നത്താലോ സൂര്യൻ 11ാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നൊരു ഗ്രഹസ്ഥിതി ഉണ്ടെങ്കിൽ ഈ ജാതകരായിട്ടുള്ള പൊതുപ്രവർത്തകരെയൊക്കെ, പൊതുജനങ്ങൾക്ക് സേവനം നൽകുന്ന, പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെയൊക്കെ, ഈ നാളുകാരായിട്ടുള്ള പ്രവർത്തകരെയൊക്കെ സൂര്യദേവൻ തിരഞ്ഞെടുത്ത് ജനങ്ങളുടെ മുമ്പാകെ നേതാവാക്കി മാറ്റുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. കന്നിക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമാണ്. കന്നിക്കൂറുകാർക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ, ആ മേഖലയിൽ പരിചയമുള്ളവർ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, പൊതുജന പ്രവർത്തകരായിട്ട് ശോഭിക്കുന്നവർ, അവർക്കൊക്കെ നേതൃനിരയിൽ എത്തിച്ചേരുവാൻ സൂര്യദേവൻ തിരഞ്ഞെടുക്കുന്നൊരു ദിവസമായിരിക്കും ഈ ഞായറാഴ്ച ദിവസം. അപ്പോൾ അതിൻ്റേതായ അനുഗ്രഹം അവരിലും വന്നു ചേരുമെന്നുള്ള പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം അത്ര അനുകൂലമായ ഒരു സാഹചര്യമുള്ള ദിവസമല്ല. ഇവർക്ക് രോഗം, ശത്രുത ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾ നിസ്സഹരണം കാണിക്കുവാൻ സാധ്യതയുണ്ട്. ധനത്തിൻ്റെ അമിതമായ ചെലവ് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവർ പല പ്രകാരങ്ങളിൽ ടെൻഷൻ അടിച്ച സമയത്ത് ആഹാരം പോലും കഴിക്കുവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം. പക്ഷെങ്കിൽ ഇവരുടെ ബുദ്ധി കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നൊരു ദിവസമാണ്. ആ ബുദ്ധി കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടുള്ള ഒരു നേട്ടം ഇവർക്ക് വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് ഈ ഞായറാഴ്ച ദിവസത്തെ ഇവരുടെ അനുഭവം. ഇവർക്ക് ദേഷ്യവും വന്നു ചേരും. അതോടൊപ്പം തന്നെ ബുദ്ധി കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജീവിത വിജയം ഉണ്ടാകുന്നില്ല. ധനത്തിൻ്റെ ചെലവ് കൂടി വരുന്നു. ബന്ധുക്കളുടെ നിസ്സഹരണം ഉണ്ടാകുന്നു. അപ്പോൾ ഇവർ ഏർപ്പെടുന്ന മേഖലയിൽ ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാത്തതുകൊണ്ട് ഇവർക്ക് കോപവും ദേഷ്യവും ഒക്കെ വന്നു ചേർന്ന് ഇവർ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇവർക്കുണ്ടാകാം. ശത്രുതകൾ വന്നു ചേരാം, രോഗം വന്നു ചേരാം, പ്രതിസന്ധികളൊക്കെ വന്നു ചേരാം. അപ്പോൾ ഈ നാളുകാരായിട്ടുള്ളവരെ സൂര്യദേവൻ ഈ ഞായറാഴ്ച ദിവസം തിരഞ്ഞെടുക്കുവാൻ സാധ്യത കുറവാണ്. പൊതുപ്രവർത്തന മേഖലയിലുള്ളവരായിക്കോട്ടെ, അവരെയൊന്നും ഉന്നതമായ നിലയിൽ എത്തിച്ചേരുവാൻ സൂര്യദേവൻ തിരഞ്ഞെടുക്കുവാൻ സാധ്യത കുറവാണ്. അവർ ഇങ്ങനെ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്കതിനുള്ള ഒരു അവസരം സൂര്യദേവൻ കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് ചിന്തിച്ചാൽ ഈ ജാതകർ സുഖത്തോടും സ്വസ്ഥതയോടും കൂടി സമാധാനമായിട്ടല്ല ജീവിക്കുന്നത് എന്നുള്ളത് പരമമായ ഒരു സത്യമാണ്. ഈ ജാതകർക്ക് ഇവർ മുഖേനയും ദോഷങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ ഇവർക്കുള്ള പ്രത്യേകത, ഇവർക്ക് മാരകമായ രോഗങ്ങളൊന്നും വന്നു ചേരത്തില്ല. നല്ല ആരോഗ്യത്തോടുകൂടി വസിക്കാൻ കഴിയും. പക്ഷെങ്കിൽ മറ്റ് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവരെ വേട്ടയാടുന്ന സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ അതിനൊരു ശമനം വന്നു ചേർന്നിരിക്കുന്ന സമയം കൂടിയാണെന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് പറയാം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. സുഹൃത്തുക്കളെ കൊണ്ട്, സഹോദരങ്ങളെ കൊണ്ട് വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സമയമല്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ സ്ഥിതി മെച്ചമല്ല. മാതാവിൻ്റെ സ്ഥിതി മാത്രം മെച്ചമല്ല. എന്നാൽ മാതാവ് മുഖേനയുള്ള കാര്യവിജയങ്ങളൊക്കെ ഏറെക്കുറെ അനുകൂലമായിട്ട് വന്നു ചേരുന്നു എന്നുള്ളതും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നൊരു കാര്യമാണ്. സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയങ്ങൾ ഇവർക്ക് അനുകൂലമായി ചില സമയത്ത് വന്നു ചേരും, ചില സമയത്ത് പ്രതികൂലമായും വന്നു ചേരും. സ്ത്രീകൾ മുഖേനയുള്ള നഷ്ടങ്ങൾ ചിലർക്കുണ്ടാകാം. അതാണ് കൂടുതലായിട്ടും സാധ്യത. എന്നാൽ ജനിച്ച സമയത്ത് സ്ത്രീകൾ സഹായം ചെയ്യുന്ന ഒരു ഗ്രഹനിലയുള്ളവർക്ക് സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാൻ സമയമാണ്. ഭൂരിപക്ഷവും സ്ത്രീകൾ മുഖേനയുള്ള നഷ്ടം വരുവാനാണ് സാധ്യത എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. രോഗം, ശത്രുത, കടബാധകളൊന്നും തന്നെ ഇവർക്ക് കാര്യമായിട്ട് വന്നു ചേരുവാൻ സാധ്യതയില്ല. എങ്കിലും കടബാധകൾ ദീർഘായുസ്സും ആരോഗ്യമൊക്കെ നൽകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ പോലും ശത്രുതയും കടബാധകളും ഒരു പരിധിവരെ ഇവരെ അലട്ടുന്നുണ്ട് എന്നുള്ളതും ഒരു വിഷയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഒട്ടുമിക്ക ജാതകർക്കുമുണ്ട്. അവിടെ പ്രശ്നങ്ങളില്ലാതെ പോകുന്നവരുമുണ്ട്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുമുണ്ട്. 7ലെ വ്യാഴം അനുകൂലമായ ദാമ്പത്യ ജീവിതത്തെ കൊടുക്കുന്നവരുമുണ്ട്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുമുണ്ട്. അതൊക്കെ ജനിച്ച സമയത്ത് ഈ 7ാം ഭാവനായ ശുക്രൻ അനിഷ്ടസ്ഥാന സ്ഥിതിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നത് ഗ്രഹങ്ങൾ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങളൊന്നും കാര്യമായിട്ട് വന്നു ചേരുവാൻ സാധ്യതയില്ല.
തൊഴിൽ മേഖല കൊണ്ട് ഇവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ തൊഴിലിടങ്ങളിൽ മേലധികാരികൾ ഇവരോട് അനുകൂലമായി സഹകരിക്കണം എന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ലാഭകരമായ അനുഭവങ്ങൾ ഒരു പരിധിവരെ ഇവരെ സഹായിക്കുന്ന ഒരു സമയമാണ്, തുണയ്ക്കുന്ന സമയമാണ്. നഷ്ടസാധ്യതകളാണ് എങ്കിലും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ ഞായറാഴ്ച ദിവസം. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം സൂര്യദേവൻ ഇവരെ തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുണ്ടോ? ഈ ജാതകരായിട്ടുള്ള പൊതുപ്രവർത്തകരെ അവരുടെ പ്രവർത്തന മേഖലയിൽ ഒരു നേതാവാക്കി മാറ്റുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുവാൻ കഴിയുന്നത്. കാരണം സൂര്യദേവൻ ഇവരെ അനുഗ്രഹിക്കുവാൻ സാധ്യതയുണ്ട്, ഇവരെ തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുണ്ട്. ഇവർക്ക് വ്യക്തിപരമായി നല്ല ഊർജം നിലനിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇവർക്ക് ശോഭിക്കാൻ പറ്റും. ആയതിനാൽ സൂര്യദേവൻ ഇവരെ തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ഇവർക്ക് ശത്രുതകൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളണം. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം സുഖം സ്വസ്ഥാദേവന്മ അത്ര അനുകൂലമായൊരു ദിവസമാണെന്ന് പറയാൻ കഴിയുകയില്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ചെറിയ രീതിയിൽ തരക്കേടില്ലാത്ത വിധത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുമ്പാകെയുള്ള ഒരു നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതാണ് ഇവർക്ക് വലിയൊരു നേട്ടമായിട്ട് വന്നു ചേരുന്നത് ഈ ഞായറാഴ്ച ദിവസം. വീട്, വസ്തുമാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. ശത്രുതകളും പ്രശ്നങ്ങളും ഒക്കെ ആ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പുത്ര ദുഃഖാനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഇവർക്ക് നിലനിൽക്കുന്നൊരു സാഹചര്യം കൂടിയാണ്. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്നൊക്കെ ഒന്ന് കരകയറി വരുന്നു. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾക്കൊന്ന് അറുതി വരുന്ന ഒരു സമയം കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ആശ്വാസത്തിൻ്റേതായ, സമാധാനത്തിൻ്റേതായ അനുഭവങ്ങളൊക്കെ ഇവരിലേക്ക് കടന്നു വരുന്നൊരു സമയമാണ്. ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു വെട്ടവും വെളിച്ചവും കടന്നു വരാൻ പോവുകയാണ്. അപ്പോൾ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നൊരു സമയമാണ് ഇനിയിപ്പോൾ കടന്നു വരുന്നത്. കുറേ ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് നേട്ടത്തിൻ്റേതായിട്ടുള്ള ഒരു സമയമാണെങ്കിലും കാര്യമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ 7ാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴം കേന്ദ്രാധിപത്യം വരുന്നു. പക്ഷെങ്കിൽ ലഗ്നത്തിൻ്റെ അധിപനായതുകൊണ്ട് വലിയ ദോഷമൊന്നും വന്നു ചേരത്തില്ല. എങ്കിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു സാഹചര്യമാണ് ഇവർക്ക് മുമ്പിലുള്ളത്. അപ്പോൾ പ്രതിസന്ധികളിൽ നിന്നൊക്കെ കരകയറാൻ പോകുന്ന ഒരു ഞായറാഴ്ച ദിവസമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം ഇവർക്ക് സൂര്യദേവൻ അനുഗ്രഹം വല്ലതും നൽകുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും സൂര്യദേവൻ ഈ ജാതകരെ തിരഞ്ഞെടുക്കുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഈ ജാതകരായിട്ടുള്ള പൊതുപ്രവർത്തകർക്കൊക്കെ അവർക്ക് നേതൃനിരയിൽ എത്തിച്ചേരുവാൻ സൂര്യദേവൻ ഇവരെ തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഇവർ ജനിച്ച സമയത്ത് ലഗ്നാലോ, സൂര്യലഗ്നാലോ, ചന്ദ്രലഗ്നാലോ 11ാം ഭാവമായിട്ട് സൂര്യൻ ശോഭിച്ച് നിൽക്കുന്ന ഗ്രഹനിലയുള്ളവർക്കൊക്കെ ഈ ഞായറാഴ്ച ദിവസം ഉന്നതമായ സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരുകയും ജനങ്ങളാൽ അറിയപ്പെടുന്നവരും ജനങ്ങളാൽ സമ്മതിക്കപ്പെടുന്നവരുമായി തീരുന്ന ഒരു ദിവസമായിരിക്കും ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. അഷ്ടമത്തിൻ്റെ അധിപനായ സൂര്യനാണ് 2ാം ഭാവത്തിൽ നിൽക്കുന്നത്. 2ാം ഭാവത്തിൻ്റെ അധിപനായ ശനി മൗഢ്യത്തിലാണ്. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടുമുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ സ്ഥിതിയും അനുകൂലമാണ്. ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒന്ന് മാറി വരുന്നു. ആരോഗ്യവും സന്തോഷവും ഒക്കെ ഇവരെ തേടി വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. ഭാഗ്യാനുഭവങ്ങളൊന്നും പൂർണ്ണമായിട്ട് അങ്ങോട്ട് തുണയ്ക്കുന്ന സാഹചര്യമല്ല ഇവർക്കുള്ളത്. തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം അനുകൂലമായി നിൽക്കുന്നു. എങ്കിലും ചിലരൊക്കെ ജോലിക്കൊക്കെ പോകാൻ പറ്റാതെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഭാരപ്പെടുന്നവരുമുണ്ട്. ധനസ്ഥിതി തൃപ്തികരമായിട്ട് പോകാത്തവരുമുണ്ട്. ധനത്തിന് അനാവശ്യമായിട്ട് ചിലവ് വരുന്നവരുണ്ട്. അപ്പോൾ എങ്കിലും ഏറെക്കുറെ ലാഭകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോകാം. പക്ഷെങ്കിൽ ഈ ഞായറാഴ്ച ദിവസം കുടുംബത്തിൻ്റെ സ്ഥിതിയോ ധനസ്ഥിതിയോ ഒന്നും മെച്ചമാകണമെന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഈ ജാതകർക്ക് സൂര്യദേവനാൽ തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള ഒരു അവസരമൊന്നുമില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം ദൈവാധീനമില്ലാത്തവരായി ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. നീചമായ കൂട്ടുകെട്ടിലൊക്കെ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. നീചബന്ധങ്ങളിൽ ചെന്നുപെടുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം.
മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളൊന്നും തൃപ്തികരമായി വന്നു ചേരണമെന്നില്ല. പുത്രദുഃഖമൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ മെച്ചമായിരിക്കാം, പക്ഷേ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ നേട്ടമാണെന്ന് തോന്നും. ചിലപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അനുഭവങ്ങളായി വന്നു ചേരാനിടയുണ്ട്. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ രീതിയിലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതും സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. കുടുംബത്തിലെ കലഹം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒരു പക്ഷെങ്കിൽ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ വന്നു ചേരാം. അതിൻ്റേതായ സന്തോഷമൊക്കെ അനുഭവിക്കാൻ പറ്റുമെങ്കിലും അവിടെ ശത്രുതയൊക്കെ വന്നു ചേർന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. പിന്നെ ചിലർക്കൊക്കെ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഭൂമി കൊണ്ടുള്ള ലാഭം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അങ്ങനെ ഒരു നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ലാഭകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുക എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഈ ഞായറാഴ്ച കുംഭക്കൂറുകാരെ സൂര്യദേവൻ തിരഞ്ഞെടുക്കുവാൻ സാധ്യതയില്ല. കാരണം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നൊരു സാഹചര്യമായതുകൊണ്ട് സൂര്യദേവൻ ഇവരെ തിരഞ്ഞെടുക്കുവാൻ സാധ്യത കുറവാണ്. ദൈവാധീനമില്ലാത്തതുകൊണ്ടും ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് ശത്രുതയിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ടുമൊക്കെ സൂര്യദേവൻ ഇവരെ പൊതുപ്രവർത്തന രംഗത്ത് തിരഞ്ഞെടുക്കുവാൻ സാധ്യത കുറവാണ്. അതിനുള്ള യോഗ്യത ഈ ജാതകർക്ക് വന്നു ചേരുവാൻ ഇപ്പോൾ ജനിച്ച സമയത്ത് 10ാം ഭാവത്തിലോ 11ാം ഭാവത്തിലോ ഒക്കെ സൂര്യൻ ബലവാനായിട്ട് നിൽക്കുന്ന ഒരു ജാതകം ആണെങ്കിൽ പോലും ഈ ഞായറാഴ്ച ദിവസം അതിനുള്ള സാധ്യത നന്നേ കുറവാണ് എന്നുള്ളതും കുംഭക്കൂറുകാർ മനസ്സിലാക്കുക. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി കാല ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം വലിയ നേട്ടമൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല. പലവിധത്തിലുള്ള നഷ്ടസാധ്യതകളാണ് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. നേത്രരോഗത്തിന് സാധ്യതയുണ്ട്. ധനഹാനി, പുത്രദുഃഖം, പിതാവിനോട് ശത്രുത, പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷാനുഭവങ്ങൾ. അപ്പോൾ അങ്ങനെ തിക്താനുഭവങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസം. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒന്നും മെച്ചമാകണമെന്നില്ല. പല കാര്യങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ഭാര്യാഭർത്തൃ സുഖഹാനി, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളൊക്കെയാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. ഇവരുടെ ഗ്രഹസ്ഥിതി പ്രകാരം ശനിയും സൂര്യനും 12ലാണ് നിൽക്കുന്നത്. കേതു 7 നിൽക്കുന്നു. നല്ലതല്ല. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു സ്വരച്ചേർച്ചയില്ലാതെ പോകുന്നൊരു സമയം കൂടിയാണ്. അതൊരു വിഷയമാണ്. 4ലെ ചൊവ്വ അനുകൂലമല്ല. പിന്നെ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ വ്യാഴം 3ൽ നിൽക്കുന്നു. 3ൻ്റെ അധിപൻ ജന്മത്തിൽ നിൽക്കുന്നു. പരിവർത്തനം കൊണ്ടുള്ള ഒരു ആശ്വാസം മാത്രമാണ് ഈ ജാതകർക്ക് ജീവിച്ചു പോകാനുള്ള സാഹചര്യത്തെ അനുകൂലമായി കൊടുക്കുന്നത്. പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് അതിൻ്റെതായ ഒരു നേട്ടവും വന്നു ചേരുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം സൂര്യദേവനാൽ തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള യോഗ്യത ഇവർക്കില്ല എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായിട്ട് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ. സന്തോഷവും സമാധാനവും അനുഭവിച്ച് എല്ലാവർക്കും ജീവിക്കുവാൻ സാഹചര്യം മഹാദേവനാൽ വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.